Hey guys, welcome back to my YouTube channel. US H1 വിസ ഓവറോൾ ആഗോള മാറ്റത്തിന് കാരണമായതിനെ തുടർന്ന് ഇതാ പോളണ്ട് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പോളണ്ടിലോട്ട് ജോലി നോക്കുന്നവർക്കായി കുറച്ച് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ലോസ് ആൻഡ് റെഗുലേഷനിൽ കുറച്ച് ചേഞ്ചസുമാണ് വന്നിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഈ ന്യൂസ് സ്പ്രെഡ് ആയിരിക്കുന്നത്. നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള അപ്ഡേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ചേഞ്ചസ് ഒക്കെ ജാനുവരി സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ എന്തായിരിക്കും അപ്ഡേറ്റ് വരുന്നത്. പക്ഷെ ഈ ഒരു വർഷം ടൈംസ് ഓഫ് ഇന്ത്യ ഡിസംബർ ഒരു എൻഡ് ആവുന്നതോടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് എത്ര കറക്റ്റ് ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഫോർ യുവർ റെഫറൻസ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു, ഫോർ യുവർ റെഫറൻസ് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യും. പ്ലീസ് ഇപ്പോൾ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, ഷെയർ വിത്ത് ഡിയർ എനിവൺ, സ്പ്രെഡ് ലവ് വിത്ത് ലൈക്ക് ബട്ടൺ, കണ്ടിന്യൂ വാച്ച് ദ ഫുൾ വീഡിയോ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പോളണ്ട് ഒരു നാറ്റോ അംഗവും അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന 60% ആളുകൾ ചൂസ് ചെയ്യുന്നത് പോളണ്ട് ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക്. 2025 വർക്ക് പെർമിറ്റിൽ ചില ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ അപ്ഡേറ്റ് US H1B വിസ വേഗത്തിൽ ആക്കുമെന്ന് അതിന് ശേഷമാണ് പോളണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫസ്റ്റ് മാൻഡേറ്ററി എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഫോർ വർക്കേഴ്സ്. പോളണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചേഞ്ചസിൽ ഫോറിനേഴ്സിന് കോൺട്രാക്ട് ബേസ്ഡ് വർക്ക് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് വൺ ഇൻക്രീസ് വർക്ക് പെർമിറ്റ് ഫീസ്. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് പ്രകാരം മൊത്തത്തിൽ അവർ ചൂസ് ചെയ്തിരിക്കുന്നത് സ്കിൽഡ് ബേസ്ഡ് വർക്ക് ഉള്ള ആൾക്കാരായിരിക്കും. ഒരു ഇൻഡിവിജ്വലിന് എത്ര സ്കിൽസ് ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഫെയർ വേജസ് അവർ അനൗൺസ് ചെയ്യുന്നത്. ടൈപ്പ് ഡി വിസയ്ക്ക് യൂറോപ്പ് 80 അതുപോലെ തന്നെ TRPക്ക് 40 യൂറോയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. തേർഡ് വൺ ഡ്രാഫ്റ്റ് ലോൺ വിസ ആൻഡ് റെസിഡൻസ് പെർമിറ്റ്. വിസ, റെസിഡൻസി പെർമിറ്റ്, വിസയുടെ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ലിബറൽ ആക്കി അതുപോലെ തന്നെ വേഗത്തിലാക്കുമെന്നാണ് പറയുന്നത്. കുറച്ചൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പോളണ്ടിൽ കുഴപ്പമൊന്നുമില്ല. അതേസമയം ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവര്, ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്യുന്നവർക്ക് വരെ അവര് നല്ലതുപോലെ പെനാൽറ്റി ചാർജ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇൻക്രീസ് ഡിമാൻഡ് ഫോർ സ്കിൽഡ് വർക്കേഴ്സ്. പോളണ്ടിൽ IT, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, സ്കിൽഡ് ട്രേഡേഴ്സ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് സെക്ടറിലേക്ക് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. ദ ന്യൂ ടൈപ്പ് വിസ ഫോർ വേരിയസ് സെക്ടേഴ്സ്. ഇപ്പം പോളണ്ട് ഒരു 3-4 വിസ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നാഷണൽ വിസ ടൈപ്പ് ഡി ആയിരിക്കും. 90 ദിവസത്തിന് മുകളിൽ ഈ വിസ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ സീസണൽ വർക്ക് വിസ. സീസണൽ വർക്ക് വിസ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, ടൂറിസം ആൻഡ് കൺസ്ട്രക്ഷൻസ്, ഈ സെക്ടറിൽ 9 months ആയിരിക്കും നിങ്ങളുടെ വർക്ക് പെർമിറ്റ്. ദെൻ EU ബ്ലൂ കാർഡ് വിസ. തേർഡ് വൺ EU ബ്ലൂ കാർഡ് വിസയാണ്. ഹൈ സ്കിൽഡ് വർക്കേഴ്സിനായിരിക്കും ഈ വിസ ഫോർ പ്രൊവൈഡ് ലോങ് ടൈം. നിങ്ങൾക്ക് അവിടെ കുറേ നാള് സ്റ്റേ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഒരു 2 or 3 years ആണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര നാൾ സ്റ്റേ ചെയ്യാം. പിന്നീട് അത് റെസിഡൻസി ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ബെറ്റർ വേജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം. പോളണ്ട് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം. ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് TRP. അവിടെ എന്തെങ്കിലും ബിസിനസ് ആവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നവർക്ക് 3 years കണ്ടിന്യൂസ് എപ്പോഴെപ്പോഴും വിസ വേണ്ടി നിങ്ങൾക്ക് ഒരു വാലിഡ് കാർഡ് കിട്ടുമെന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ ബിസിനസ് വിസ ഫോർ ഓൺടർപ്രണർ ഇൻവെസ്റ്റിംഗ് ആൻഡ് ബിസിനസ് ഇൻ പോളണ്ട്. അവിടെയുള്ള ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ് വിസ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ആണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഫൈനൽ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് അനൗൺസ് ചെയ്യുന്ന അറിയത്തില്ല. നമുക്ക് എന്തായാലും ഫസ്റ്റ് വീക്ക് till second week നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. Thanks for supporting me. Please subscribe my YouTube channel, share with your dear and your spread love. Bye for now.